ഇന്നതേ നമുക്ക് നമ്മൾ ഡിന്നറിന് ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലോ. ഫ്രൈഡ് ചിക്കൻ ആണ്. KFC പോലെ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് അറിയില്ല. ഏട്ടതാ ഇവിടെ പണിപ്പുരയിലാണ് പൊരിച്ചുകൊണ്ടൊക്കെ. നമ്മളിതാ ഇവിടെ ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓട്സിൽ ഇതാ ഉപ്പും പിന്നെ ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കനായിട്ട് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലെന്തൊക്കെയാ ഇട്ട ചിക്കൻ്റെ? ചിക്കനിൽ സോൾട്ട്, പെപ്പർ, സോയ സോസ്, കുറച്ച് ഗരം മസാല, പിന്നെ അതാ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ മൈദപ്പൊടി. ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കുക. മൈദയിൽ മുക്കുക, വെള്ളത്തിൽ മുക്കുക, പിന്നെ ഓട്സിൽ മുക്കുക. കണ്ടില്ലേ? ഇതുപോലെയൊക്കെ ചെയ്യണം. നേരെ കൊണ്ട് എണ്ണയിലിടാം. ഫസ്റ്റ് റൗണ്ട് നമ്മൾ പൊരിച്ച് കഴിഞ്ഞു. നമുക്ക് നല്ല മൊരിമൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കണം എങ്ങനെയുണ്ട്. എന്താ നമുക്ക് ഡിന്നറിനായിട്ട് 2 ലാം ചോപ്സ് ആയിട്ട് എന്താ പാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കുന്നുണ്ട് ഇവിടെ. നമ്മുടെ ലാം ചോപ്സ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിതാ ഒരു സൈഡ് മറച്ചിട്ട് പിന്നെ അടുത്ത സൈഡ് അത് ആയിക്കൊണ്ടിരിക്കുന്നു. ഗായ്സ്, നമ്മളെ ലാം ചോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട് ഓരോ സൈഡ് വെച്ചിട്ട്. അങ്ങനെ 10 മിനിറ്റ്. ശരിക്കും പറഞ്ഞാൽ ChatGPT നോക്കുമ്പോൾ 5 മിനിറ്റ് പോലും കുക്ക് ചെയ്യണ്ട. ഇത് തന്നെ ഇത് വെൽഡൺ കുക്ക്ഡ് ആണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇവിടെ ഇംഗ്ലീഷുകാരൊന്നും ഇത്രയൊന്നും കുക്ക് ചെയ്യുന്നില്ല. എങ്ങനെയുണ്ട് മട്ടൺ ലാം ചോപ്സ്? ശരിക്കും പറ, എന്താണോ അച്ഛൻ കഴിക്കുന്നത് നോക്കി കൊതി വിട്ടിരിക്കുന്നു ഇവിടെ. നമ്മളെ ചിക്കൻ അല്ലാതെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. കണ്ട KFC ആണെന്ന് തന്നെ പറയുള്ളൂ. ഞാൻ കഴിച്ചു നോക്കിയ ടേസ്റ്റ് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവരും ഇത് ശരിക്കും സിമ്പിളാണ് ഉണ്ടാക്കുക. എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. സംഭവം ശരിക്കും അടിപൊളി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. ഈസിയാണ്, അധികം മസാലയൊന്നും ഇല്ലാതെ. എന്തൊക്കെയാട്ടെ പൊടികൾ? നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ പൊടികളൊക്കെ ചേർത്ത് ജസ്റ്റ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും. നല്ല പക്ക അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായി.